ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ വീഡിയോ 1-2 കിഡിലും ടിപ്പ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ടിപ്പാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൽ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നൊരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ഫിഷ് വാങ്ങുമ്പോൾ പല തരത്തിലുള്ള ഫിഷ് വാങ്ങിക്കാറുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷൊക്കെ ചില സമയത്ത് നമ്മൾ ഒഴിവാക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ കൊണ്ട് വന്നാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു ഫിഷൊക്കെ ചില സമയത്തൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യാറുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ പെനലൊക്കെ പോയി കിട്ടാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് കാണിക്കുന്നത് കേട്ടോ. ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പെനൽ നല്ല ഈസി ആയിട്ട് കളയാനുള്ളൊരു മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു സിസർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ ഈ സൈഡിലുള്ള മുള്ള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഇതേപോലെ അങ്ങ് റിമൂവ് ചെയ്യുക. കാര്യം ഇത് നമ്മൾ ആദ്യം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിതിൻ്റെ പെനൽ കളയുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ അതിൻ്റെ മുള്ളിങ്ങനെ കൊണ്ട് കയറാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഭാഗത്തു നിന്നും അതിൻ്റെ മുള്ളെല്ലാം ഇതേപോലൊരു സിസർ യൂസ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ടൊരു നൈഫ് യൂസ് ചെയ്തിട്ടായിരിക്കും എല്ലാവരും ഈ ഒരു ഫിഷിൻ്റെ പെനൽ കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷേ അത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് നമ്മുടെ കിച്ചൺ ഫുള്ളായിട്ടും അത് ആ പെനൽ തെറിച്ചിട്ട് വൃത്തികേടാവും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ നൈഫ് യൂസ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പെട്ടെന്നൊന്നും ആ പെനൽ പോയി കിട്ടത്തില്ല. അല്ലെങ്കിൽ നമ്മളിത് ഈ ഒരു സിസറിനെ ആയിരിക്കും ആശ്രയിക്കാറുള്ളത്. അപ്പോൾ അത് നൈഫിനേക്കാളും കുറച്ചുകൂടി ഈസിയാണ്. എന്നാൽ രണ്ടിനേക്കാളും കുറേ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഗ്രേറ്റർ. നമ്മൾ വെജിറ്റബിളൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ഗ്രേറ്റർ കേട്ടോ. ഈ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ 2 ഗ്രേറ്റർ ഞാൻ കാണിക്കുന്നുണ്ട്. ചെറിയ ബ്ലേഡിൻ്റെതും വലിയ ബ്ലേഡിൻ്റെതും കാണിക്കുന്നുണ്ട്. അപ്പോൾ 2 ഫിഷ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചെറിയ ബ്ലേഡിൻ്റെ വെച്ച് നമുക്ക് ഒരു ഫിഷ് ആദ്യം ക്ലീൻ ചെയ്യാം. ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യുകയോ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ടോ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗ്രേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ വെജിറ്റബിളൊക്കെ നമ്മൾ ഉപ്പേരിക്ക് തോരനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഗ്രേറ്ററിലായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ഫിഷ് നമ്മൾ ആ ചെറിയ ഗ്രേറ്റർ വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വലിയ ബ്ലേഡ് ഉണ്ടാവും, ഈ വലിയ ബ്ലേഡുള്ള ഗ്രേറ്റർ വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. ഭയങ്കര ഈസിയാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ജസ്റ്റ് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഗാഡ്ജറ്റൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. എൻ്റെ കയ്യിലും ഉണ്ട് കേട്ടോ ഈ ഫിഷിൻ്റെ പെനൽ കളയുന്നതുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കയ്യിലില്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു ഗ്രേറ്റർ എന്തായാലും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. നമ്മൾ അല്ലെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ചാൽ തന്നെ നമുക്ക് പല യൂസിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതായത് നമുക്ക് വെജിറ്റബിൾ, അതേപോലെ നമുക്ക് നമ്മളെ ബട്ടർ, ചീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, അതൊക്കെ ഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വലിയ പൈസയൊന്നും കൊടുക്കേണ്ട ആവശ്യവുമില്ല ഇതുപോലുള്ളൊരു ഗ്രേറ്റർ വാങ്ങുന്നതിന്. അപ്പോൾ ഒരു ഗ്രേറ്റർ നിങ്ങൾക്ക് വാങ്ങിച്ചാൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളും ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാൻ വളരെ ഈസി ആയിട്ടാണ് ഈ 2 ഫിഷിൻ്റെയും ഈ പെനലെല്ലാം കംപ്ലീറ്റ് കളഞ്ഞെടുത്തിട്ടുള്ളത്. സാധാരണ നമ്മൾ സിസർ യൂസ് ചെയ്തിട്ടും അതേപോലെ നൈഫ് യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ കുറച്ചധികം സമയം എടുക്കാറുണ്ട്. സിസർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ച് നമ്മുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ. കാര്യം അതും നല്ലൊരു മെത്തേഡാണ് കേട്ടോ. നമ്മൾ ഈ നൈഫ് യൂസ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഫിഷ്. അപ്പോൾ നൈഫല്ല, സിസർ യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്രേറ്റർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ ഫിഷ്. നമുക്കിപ്പം വലിയ ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെനൽ കുറച്ച് ഹാർഡാണ് കേട്ടോ. ഇത് വാങ്ങിക്കുന്നവർക്ക് അറിയാൻ പറ്റും. ഈ ഒരു സുൽത്താൻ എന്ന് പറയുന്ന ഫിഷാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഫിഷിൻ്റെ പെനൽ നല്ല ഹാർഡാണ്. അതേപോലെ നമ്മൾ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന ഷേരി ഫിഷ്, അതൊക്കെ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. കാരണം അത്രയും ഹാർഡായിട്ടുള്ള പെനലാണ് അതിനൊക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്നെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഈ ഒരു ടിപ്പും എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുൾ ആകുന്നതാണ്. നമ്മൾ ഒട്ടുമിക്ക കറികളിലും താളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കടുകും ജീരകവും ഉലുവയും അല്ലേ. അപ്പോൾ നമ്മൾ ഓരോ കറിക്ക് വേണ്ടിയിട്ടും ഇതിങ്ങനെ സെപ്പറേറ്റ് എടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയം കൊണ്ട് തന്നെ ഓരോന്നിട്ട് വരുമ്പോഴേക്കും മറ്റത് കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. വേറൊരു ബോട്ടിലെടുക്കുക. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആവശ്യത്തിന് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതായത് ഇപ്പം ഞാനൊരു ബോട്ടിലെടുത്തതിന് ശേഷം ഇതിലേക്ക്
ഇത് നമ്മുടെ കടുകാണ്. നമ്മൾ കടുക് എല്ലാ കറികളിലും നമ്മൾ താളിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്ക് കടുക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 സ്പൂണാണ് ഞാനിപ്പോൾ ഇടുന്നത്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബൾക്കായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്പൂൺ ഇട്ടു. ഇനി നമ്മുടെ ജീരകവും ഞാൻ 2 സ്പൂൺ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു 3 കാര്യങ്ങൾ എപ്പോഴും നമ്മൾ കറികളിൽ താളിക്കാൻ യൂസ് ചെയ്യുക. നമ്മൾ വെജിറ്റബിൾ കറി, ഫിഷ് കറിയിലൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ട് 2 മാത്രമായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. നിങ്ങൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഉലുവയാണ് കേട്ടോ. പക്ഷേ ഉലുവ നമ്മളിവിടെ 1 സ്പൂൺ എടുക്കുന്നുള്ളൂ. കാരണം കൂടുതലായിട്ട് ഉലുവ ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിപ്പോൾ നമ്മളിവിടെ 1 സ്പൂൺ. അപ്പോൾ നമ്മൾ മറ്റേത് രണ്ടും 2:2 ഇത് 1. ഓക്കെ, 2:2:1 എന്നുള്ളൊരു റേഷ്യോയിലാണ് നമ്മളിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കറികൾ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു 3 ബോട്ടിൽ എടുക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 3 നമ്മൾ മൂന്ന് ഈ ഐറ്റംസ് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് ഇടേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഈ ഒരു സ്പൂണിൽ ഇതൊരു സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും അളവ് ഈക്വൽ ആയിരിക്കും കേട്ടോ. നമ്മൾ എത്രത്തോളം അളവാണോ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അത്രത്തോളം അളവ് എടുക്കാൻ പറ്റും. ഇതേ കണ്ടില്ലേ, നമുക്ക് ഉലുവ, ജീരകം, കടുക് നമുക്ക് ഒരുമിച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിരിക്കുമ്പോൾ ഇതിൻ്റെ 3ഉം ഒരേ സമയം നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ കടുക് ഇടുന്ന സമയത്ത് കടുകിട്ട് ചിലപ്പോൾ നമ്മൾ അടുത്തത് ഇങ്ങനെ തപ്പിത്തെരഞ്ഞത് എനിക്കിവിടെ സംഭവിക്കുന്നൊരു കാര്യമാണ് കേട്ടോ. ഇങ്ങനെ തിരഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് അടുത്തത് കരിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമ്മൾ എത്ര തവണ നമുക്ക് ഈ ബോട്ടിലൊക്കെ ഓപ്പൺ ചെയ്യണോ അതൊക്കെ നമുക്ക് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ വെജിറ്റബിൾ, അതായത് നമ്മുടെ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണ്. ഇതേപോലെ നമുക്ക് എല്ലാ കറികളിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ടിപ്പൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, ഇനി അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.